ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 10 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയുടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാർക്ക് എത്രയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്നൊരു ലൈക്ക് ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമുക്ക് നേരെ നമ്മുടെ ടെസ്റ്റിലേക്ക് കിടക്കാം, മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ശിശു പുസ്തകമാണ്, അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ്. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? എന്താണ്? ശിശു പുസ്തകമാണ്, അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ്? R.A. ലാബ്, പ്ലേറ്റോ, ഇന്ദിരാഗാന്ധി, റൂസോ. ഇവരിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2, താഴെ പറയുന്നവയിൽ ഏതാണ് പഠന വൈകല്യത്തിന് ഉദാഹരണം? ഓക്കെ, പഠന വൈകല്യത്തിന് ഉദാഹരണം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ബുദ്ധിമാന്ദ്യം, ഡിസ്ലെക്സിയ, ഓട്ടിസം, ADHD. ഇവയിൽ ഏതാണ് പഠന വൈകല്യത്തിന് ഉദാഹരണമായിട്ട് എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ ഏതാണെന്നുള്ളത് എഴുതുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 3, കുട്ടിയുടെ പഴയകാല ചരിത്രം മുതൽ എല്ലാ തലത്തിലുമുള്ള വികസനം വിലയിരുത്തപ്പെടുന്ന രേഖ ഏതാണ്? റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, സഞ്ചിത രേഖ, ഇൻവെൻട്രി. ഇവയിൽ ഏതാണ്? ചോദ്യം ഒന്നുകൂടെ വായിക്കാം. കുട്ടിയുടെ പഴയകാല ചരിത്രം മുതൽ എല്ലാ തലത്തിലുമുള്ള വികസനം വിലയിരുത്തപ്പെടുന്ന രേഖ. റേറ്റിംഗ് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, സഞ്ചിത രേഖ, ഇൻവെൻറ്ററി. ഇവയിലേതാണ്? ഓക്കെ, സോ 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? സെക്കൻഡറി കമ്മീഷനാണോ, രാധാകൃഷ്ണ കമ്മീഷനാണോ, അല്ലെങ്കിൽ സാർജൻറ്റ് റിപ്പോർട്ടാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ല, ഈ മൂന്നും അല്ല എന്നുള്ളതാണോ? ഇവയിൽ ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. എന്താണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡറി കമ്മീഷൻ, രാധാകൃഷ്ണ കമ്മീഷൻ, സാർജൻറ്റ് റിപ്പോർട്ട്, ഇതൊന്നുമല്ല എന്ന് പറയുന്ന 4 ഓപ്ഷനുകളുണ്ട്. കൃത്യമായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സമയമുള്ളൊരു പോസ് ചെയ്തോളൂ. അടുത്തത് 5ാമത്തെ ചോദ്യം, അഭിമുഖ സംഭാഷണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പഠന നിലവാരം അളക്കുന്നതിനാണോ, അതല്ലെങ്കിൽ മനോഭാവം അളക്കുന്നതിനാണോ, ബുദ്ധി അളക്കുന്നതിനാണോ, ഓർമ്മ അളക്കുന്നതിനാണോ? ഇവയിലേതാണ്? എന്താണ് ചോദ്യം? അഭിമുഖ സംഭാഷണം. അഭിമുഖ സംഭാഷണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് താഴെ പറയുന്ന 4 ഓപ്ഷനിൽ നിന്നും ഏതിനാണ് എന്നുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. പഠന നിലവാരം അളക്കുന്നതിന്, മനോഭാവം അളക്കുന്നതിന്, ബുദ്ധി അളക്കുന്നതിന്, ഓർമ്മ അളക്കുന്നതിന്. ഓക്കെ, എഴുതിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 6ാമത്തെ ചോദ്യം, ധാർമ്മിക വികസന സമീപനം മനഃശാസ്ത്ര സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? എന്താണ്? ധാർമ്മിക വികസന സമീപനം. ധാർമ്മിക വികസന സമീപനം മനഃശാസ്ത്ര സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആരാണ്? കോൾബർഗ്, പെസ്റ്റലോസി, മോണ്ടിസോറി, ഫ്രോബൽ. ഇവരിൽ ആരാണ് ധാർമ്മിക വികസന സമീപനം എന്താണ് മനഃശാസ്ത്ര സിദ്ധാന്തമായിട്ട് ആവിഷ്കരിച്ചത്? കോൾബർഗ്, പെസ്റ്റലോസി, മോണ്ടിസോറി, ഫ്രോബൽ. ഓക്കെ, അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യം നോക്കൂ. ലോകത്ത് ആദ്യം രൂപം കൊണ്ട ദർശനം ഏതാണ്? ലോകത്ത് ആദ്യം രൂപം കൊണ്ട ദർശനം ഏതാണ്? മാനവികതാവാദം, പ്രായോഗികവാദം, ആദർശവാദം, പ്രയോഗവാദം. ഇവയിൽ ഏതാണ് ലോകത്ത് ആദ്യം രൂപം കൊണ്ട ദർശനം? ഓക്കെ, മാനവികതാവാദമാണോ, പ്രായോഗികവാദമാണോ, ആദർശവാദമാണോ, പ്രയോഗവാദമാണോ എന്നുള്ളത് എഴുതുക. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കൂ. ഫീൽഡ് തിയറി പ്രാധാന്യം നൽകിയത് ചുവടെ പറയുന്നവയിൽ എന്തിനാണ്? ഫീൽഡ് തിയറി പ്രാധാന്യം നൽകിയത് ചുവടെ പറയുന്നവയിൽ ഏതിനാണ്? ഭൗതിക ചുറ്റുപാടുകൾക്കാണോ, അതല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടുകൾക്കാണോ, അതുമല്ലെങ്കിൽ മനഃശാസ്ത്രപരമായ ചുറ്റുപാടുകൾക്കാണോ? ഇവയിലേതാണ്? അതല്ലെങ്കിൽ ഇവയെല്ലാം എന്ന് പറയുന്ന 4ാമതൊരു ഓപ്ഷൻ കൂടെയുണ്ട്. കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. ഓക്കെ, 8 കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം, ശിശുക്കളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് ചുവടെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശിശുക്കളുടെ
പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധി ഏതാണ്? അഭിമുഖ സംഭാഷണമാണോ, നിരീക്ഷണമാണോ, പ്രശ്നാവലിയാണോ, ചർച്ചയാണോ? ഏതാണ്? അഭിമുഖ സംഭാഷണമാണോ, നിരീക്ഷണമാണോ, പ്രശ്നാവലിയാണോ, ചർച്ചയാണോ എന്നുള്ളത് എഴുതുക. ലാസ്റ്റ് 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മനസ്സിന് അബോധം എന്നൊരു വശമുണ്ടെന്ന് ആദ്യമായി സിദ്ധാന്തിച്ച വ്യക്തി ആരാണ്? എന്താണ്? മനസ്സിന് അബോധം, അല്ലേ? അബോധ മനസ്സല്ലേ? അബോധം എന്നൊരു വശമുണ്ടെന്ന് ആദ്യമായിട്ട് സിദ്ധാന്തിച്ച വ്യക്തി ആരാണ്? സ്കിന്നർ, ബ്രൂണർ, പിയാഷെ, ഫ്രോയിഡ്. ഇവരിൽ ആരാണ്? ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു പോകാം. എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? അറിയാത്തത് ഇവിടുന്ന് തന്നെ പഠിച്ചു വെക്കോളൂ. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശിശു പുസ്തകമാണ്. അധ്യാപകർ അതിലെ ഓരോ പേജും പഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോ ആണല്ലേ? ഓപ്ഷൻ SD, ഓപ്ഷൻ D, റൂസോ ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നോക്കൂ. താഴെ പറയുന്നവയിൽ ഏതാണ് പഠന വൈകല്യത്തിന് ഉദാഹരണം? പഠന വൈകല്യത്തിന് ഉദാഹരണം ഏതാണ്? ഡിസ്ലെക്സിയ. പഠന വൈകല്യത്തിന് ഉദാഹരണം ഡിസ്ലെക്സിയ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേൻ്റെ ഉത്തരം B ആണ്. അടുത്ത 3 നോക്കൂ. കുട്ടിയുടെ പഴയകാല ചരിത്രം മുതൽ എല്ലാ തലത്തിലുമുള്ള വികസനം വിലയിരുത്തപ്പെടുന്ന രേഖ അറിയപ്പെടുന്നത് സഞ്ചിത രേഖ. സഞ്ചിത രേഖയല്ലേ? എവിടെ സഞ്ചിത രേഖ? യെസ്, ഓപ്ഷൻ C, സഞ്ചിത രേഖയാണ്. ഓക്കെ, അടുത്തത് 4ാമത്തേലേക്ക് പോകുമ്പോൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? രാധാകൃഷ്ണ കമ്മീഷനാണ്. അറിയാലോ? ഓപ്ഷൻ B, രാധാകൃഷ്ണ കമ്മീഷൻ. ഓപ്ഷൻ B, രാധാകൃഷ്ണ കമ്മീഷനാണ് 4ാമത്തേൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. 5, അഭിമുഖ സംഭാഷണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഓക്കെ, അഭിമുഖ സംഭാഷണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്തിനാണ്? നമ്മുടെയൊക്കെ മനോഭാവം അളക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? അല്ലേ? മനോഭാവം അളക്കുക. യെസ്, മനോഭാവം അളക്കുന്നതിന് ഓപ്ഷൻ B. എന്താണ്? അഭിമുഖ സംഭാഷണം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മനോഭാവം അളക്കുന്നതിനാണ്. അടുത്ത നോക്കൂ. ധാർമ്മിക വികസന സമീപനം മനഃശാസ്ത്ര സിദ്ധാന്തമായിട്ട് ആവിഷ്കരിച്ചത് ആരാണ്? ധാർമ്മിക വികസന സമീപനം. ധാർമ്മിക വികസന സമീപനം ആരാണ്? കോൾബർഗ് ആണ്. നിങ്ങൾക്കറിയാം അല്ലേ? കോൾബർഗ്. ഓപ്ഷൻ A, കോൾബർഗ് ആണ് ധാർമ്മിക വികസന സമീപനം മനഃശാസ്ത്ര സിദ്ധാന്തമായിട്ട് ആവിഷ്കരിച്ചത്. 7, ലോകത്ത് ആദ്യം രൂപം കൊണ്ട ദർശനമാണ് ഏതെന്ന് പറയുന്ന ആദർശവാദം. അല്ലേ? ലോകത്ത് ആദ്യം രൂപം കൊണ്ട ദർശനം ആദർശവാദം അല്ലേ? ആദർശവാദം. യെസ്, ഓപ്ഷൻ C, ആദർശവാദം. അടുത്തത് ഫീൽഡ് തിയറി പ്രാധാന്യം നൽകിയത് ഭൗതിക ചുറ്റുപാടുകൾക്കാണോ? അല്ലേ? ഭൗതിക ചുറ്റുപാടുകൾക്കല്ലേ? അതെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ A ആണോ? നോക്കൂ. സാമൂഹിക ചുറ്റുപാടുകൾക്ക് നൽകിയിട്ടില്ലേ? ഉണ്ട്. പിന്നെയോ മനഃശാസ്ത്രപരമായിട്ടുള്ള ചുറ്റുപാടുകൾക്കില്ലേ? ഉണ്ട് അല്ലേ? ഇത് 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാം എന്ന് പറയുന്ന ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഭൗതിക ചുറ്റുപാടുകൾ, സാമൂഹിക ചുറ്റുപാടുകൾ, മനഃശാസ്ത്രപരമായ ചുറ്റുപാടുകൾ, ഈ 3നും ഫീൽഡ് തിയറി പ്രാധാന്യം നൽകി എന്ന് പറയുന്ന ഒരു ചോദ്യത്തിനോട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഓപ്ഷൻ D ആണ് ഇവിടെ ഉത്തരം. അടുത്തത് 9 നോക്കൂ. ശിശുക്കളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് എന്തെന്ന് പറയുന്നത്? നിരീക്ഷണമാണ് അല്ലേ? നിരീക്ഷണമാണ്. ഓപ്ഷൻ B, നിരീക്ഷണമാണ് ശിശുക്കളുടെ പഠനത്തെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉപാധിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓപ്ഷൻ B, നിരീക്ഷണം. അടുത്ത് നോക്കൂ. മനസ്സിന് അബോധം എന്നൊരു വശമുണ്ടെന്ന് ആദ്യമായിട്ട് സിദ്ധാന്തിച്ച വ്യക്തി ആരാണ്? ഫ്രോയിഡ് അല്ലേ? അല്ലേ? ഫ്രോയിഡ് ആണ്. ഓപ്ഷൻ D, ഫ്രോയിഡ്. ഓക്കെ, അപ്പം മനസ്സിന് അബോധം എന്നൊരു വശമുണ്ടെന്ന് ആദ്യമായിട്ട് സിദ്ധാന്തിച്ച വ്യക്തിയാണ് ഫ്രോയിഡ്. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 10 ചോദ്യങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നിങ്ങൾ എഴുതി എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും മറ്റൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ പരീക്ഷയ്ക്ക്, അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ടഫിലേക്ക് പോയി നിങ്ങളുടെ എന്താണ് ആ ഒരു മനസ്സിനെ നമ്മളൊന്നും താഴ്ത്തുന്നില്ല. കാരണം നിങ്ങൾ അതിനനുസരിച്ച് പഠിച്ച് വന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ടഫ് ഇട്ടാൽ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും നിങ്ങൾക്ക് 3 സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്തു തരുന്നത്. അത് മാത്രമല്ല, പുതിയ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുക? ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ സൈക്കോളജിയുടെ മാർക്ക് എന്ത് ചെയ്യുക? എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്